നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോസ്. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏറ്റവും പുതിയ ലെയ്ലാൻഡിൻ്റെ സ്റ്റാഫ് ബസ്സുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അശോക് ലെയ്ലാൻഡിൻ്റെ കൊണ്ടോടി ബോഡി ചെയ്ത നമ്മുടെ ഒരു 52+1 ഡ്രൈവറുള്ളൊരു സീറ്റിംഗ് ഉള്ളൊരു വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ്. അതിനു മുന്നേ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് അതൊന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ചിട്ട് നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ SMRൻ്റെ ഏറ്റവും പുതിയ വണ്ടി കൊണ്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ അശോക് ലെയ്ലാൻഡിൻ്റെ സ്റ്റാഫ് ബസ് കാറ്റഗറിയിലുള്ള OYSTER എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടിയാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ LT 5334 എന്ന ഈ ഒരു വണ്ടിയുടെ മോഡൽ നമ്പർ വരുന്നത്. ശരിക്കും OYSTERന് വരുന്ന രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. OYSTER എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഷേസിസ് ആയിട്ട് കിട്ടുകയും കൂടാതെ OYSTER Wide എന്ന് പറയുന്നത് നമുക്കൊരു ഫുള്ളി ബിൽറ്റ് വണ്ടിയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാറ്റഗറി വണ്ടികളാണ് നമുക്കിനി വരുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് ഏറ്റവും പ്രധാന ഹൈലൈറ്റുകൾ ഒന്നായിട്ട് നമുക്ക് പറയേണ്ടത്, ഇപ്പോൾ സ്റ്റാഫ് ബസ് കാറ്റഗറിയിൽ നമ്മൾ നോർമൽ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന വണ്ടികൾക്കെല്ലാം നോർമലി പവർ കുറവായിരുന്നു. ഒരു 130 HP ആ ഒരു റേഞ്ചിലായിരുന്നു മിക്ക വണ്ടികളും വന്നിരുന്നത്. എന്നാൽ ഈ ഒരു വണ്ടി വന്നപ്പോഴത്തേന് ഇതിനകത്ത് ഒരു മാറ്റം കൊടുത്തിരിക്കുന്നത് നമുക്കൊരു 130 HPയിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു 150 HPയിലേക്ക് ഈ ഒരു വണ്ടിയുടെ പവർ ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത് വളരെ കാര്യമാണ്. ശരിക്കും ഈ ബോഡി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ആരാധന വെസിൽ ചെയ്ത ആ സെയിം ബോഡി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാനുണ്ട്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഒരു 4 സിലിണ്ടർ വണ്ടിയാണ്. അപ്പം മറ്റു വണ്ടി പോലെ നമുക്കിപ്പോൾ ഭാരത് ബെൻസിൻ്റെ നമ്മുടെ സ്റ്റാഫ് ബസ് ഓടിച്ചിരുന്നു. അതേപോലൊക്കെ തന്നെയും നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഇച്ചിരി കൂടി ഓടിക്കാനൊരു ഫീൽ തോന്നിയത് ലെയ്ലാൻഡാണ്. കാര്യം ഭാരത് ബെൻസ് ഓടിച്ച സമയത്ത് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, നമുക്ക് ഇച്ചിരി പവർ കുറഞ്ഞു പോയാൽ നമ്മൾ കയറി വരുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് പോയാൽ നമുക്ക് ആ ഒരു പമ്പിൽ ഫീൽ ചെയ്യും. പക്ഷേ ലെയ്ലാൻഡിന് അതൊന്നുമില്ല. ഞാൻ ഇത്ര ഓടിച്ചു വന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മുടെ ഇത് ഓടിച്ച് ചേട്ടനോടൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും പറഞ്ഞത് അവർക്ക് 2 വണ്ടിയുണ്ട് കേട്ടോ. അപ്പം ആ ഒരു നല്ല രീതിയിലുള്ള ഫീൽ ഓൾറെഡി വണ്ടിക്കകത്ത് വന്നിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്നു പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം കൂടുതലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ഈ സ്റ്റാഫ് ബസ് എന്നൊരു കൺസെപ്റ്റ് കൂടുതലായിട്ട് നമ്മൾ ബിൽറ്റ് ബോഡി, കമ്പനി ബിൽറ്റ് ബോഡിയായിരുന്നു കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഒത്തിരി മാറിയതിന് ശേഷം ഒത്തിരി കമ്പനികൾ ഇതുപോലെ തന്നെ എടുത്ത് കൊണ്ടോടി ബോഡി അങ്ങനെ പലതരത്തിലുള്ള ബോഡികൾ ചെയ്യുന്നു. അതിന് ഏറ്റവും വലിയൊരു ഗുണമല്ലേ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടി നമ്മൾ ഇഷ്ടത്തിന് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബോഡി തന്നെ കണ്ടാൽ ഇത് ആ ഒരു അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. നമ്മുടെ ആ ഒരു ലക്ഷറായിക്കകത്ത് കുറച്ച് ചെറിയ ഒരു ബോൾഡ്നെസ്സും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി തന്നെയാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കിനി അകത്തേക്ക് കയറാം. ഇപ്പോൾ സ്റ്റാഫ് ബസ്സിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ആ സെയിം ഇതുകൊണ്ട് നമുക്ക് ഒരു ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഭാരത് ബെൻസ് കണ്ട പോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാരത് ബെൻസിൻ്റെ വണ്ടിക്കകത്ത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിപ്പം നമുക്ക് ഈ ഒരു കോട്ടഡ് ഗ്ലാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വെളിയിലത്തെ ചൂടിൽ നിന്ന് അത്രയും വളരെയധികം കുറച്ചാണ് ഉള്ളിലേക്ക് കയറുന്നതും കാര്യങ്ങളൊക്കെ. അതിനനുസരിച്ചൊക്കെയുള്ളൊരു കോട്ടഡ് ഗ്ലാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്കകത്ത് പയനിയറിൻ്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റൊക്കെയാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ഇടയുണ്ട്. ഞാനിരുന്ന് യാത്ര ചെയ്ത സമയത്തൊക്കെയാണല്ലോ എനിക്ക് നല്ല ഫീലും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് കുറ്റം പറയേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അശോക് ലീലാൻഡിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം
അങ്ങനെ ചില്ലറ സാധനം ആയിരിക്കുമല്ലോ. പുള്ളി കാണുന്നതാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. നമുക്ക് എഞ്ചിൻ വന്നിരിക്കുന്ന H സീരീസിലുള്ള, നമുക്ക് ഹിനോ സീരീസിലുള്ള 4 സിലിണ്ടർ ഒരു ഐജൻ ടെക്നോളജി ഉള്ളൊരു ഡീസൽ CRS Bs6 എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മറ്റു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തെ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇപ്പം IGR ടെക്നോളജിയും അതുപോലെ തന്നെ SCR ടെക്നോളജിയും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു ഹൈ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ആ വണ്ടിയുടെ കുറച്ച് ചുറ്റുവട്ടങ്ങളൊക്കെ കാണാം. ചുറ്റുവട്ടം കഴിച്ച് എനിക്ക് ഓടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മളെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഫ്രണ്ടിൻ്റെ ചീസിൻ്റെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ഡീസൽ ടാങ്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഡീസൽ ടാങ്കും ആഡ് ബ്ലോക്ക് ഈ ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 900 R20 ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വണ്ടിക്കകത്ത്. അതുപോലെ തന്നെ ബാക്ക് വശം വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് ആ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെക്ഷർ SDXൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും, കൂടാതെ ആ ഒരു SMRൻ്റെ സെൻവീർസ് റബ്ബർസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു SMR എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റബ്ബർ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ സർജിക്കൽ ഗ്ലൗസിൻ്റെയൊക്കെ ഒരു കമ്പനിയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ബാക്ക് വശത്തായിട്ട് വന്നിരിക്കുന്നത്. ഒത്തിരി എടുത്ത് പറയാനില്ല നമ്മുടെ ബോഡിയെക്കുറിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ ബോഡിയെക്കുറിച്ച് നമ്മുടെ ആരാധന ബസ്സിനകത്ത് പറഞ്ഞാണ്. സമയം കളയാതെ നമുക്കിനി നേരെ വണ്ടിക്കകത്തോട്ട് കയറിയതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ഒരു ഓടിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ പറയാം. അപ്പോൾ ഏതായാലും നമുക്കിനിയും നമ്മുടെ ക്ലസ്റ്റർ ഓണായി സൗണ്ട് എല്ലാം വന്നതിന് ശേഷം ശരിക്കും പറയാൻ നമ്മുടെ ഇന്ന് ഗോപ്രോ ഇല്ല. ഗോപ്രോ പരിപാടി കഴിഞ്ഞപ്പോൾ അത് കാരണം ഇനി പുതിയ ഗോപ്രോ എല്ലാം മേടിക്കണം. അല്ലെങ്കിൽ നമുക്ക് തലയെ വെച്ച് നമ്മുടെ ഹെഡ് മൗണ്ട് വെച്ച് നമ്മുടെ സ്ഥിരം ഇത് കാണിക്കായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു ഫീല് ഇപ്പം 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭാരത് ബെൻസ് ഓടിച്ച സമയത്ത് പറഞ്ഞിരുന്നല്ലോ, നമുക്കിപ്പോൾ ഇത്രയും ഇല്ല ഈ പറയുന്നത്തക്ക രീതിയിലുള്ളൊരു പവറിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ബസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു 4 സിലിണ്ടറിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ 52 സീറ്റ് എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു ചെറിയ രീതിക്ക് ആവശ്യത്തിന് മൈലേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിപ്പോകാനുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സ്മൂത്ത് എന്ന് ഒത്തിരി പറയില്ല, അത് ഓടി വരുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്കിപ്പോൾ മാറും. നമ്മുടെ ലെയ്ലാൻഡിൻ്റെ മറ്റു വണ്ടി പോലെയുള്ള ഒരു അത്രയും നമുക്കൊരു സെലക്ഷൻ പക്കായിട്ട് കിട്ടും. അതായത് ഓരോ ഗിയറും നമുക്ക് ആ ഒരു സെലക്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാനുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ചെറിയ സ്റ്റിയറിംഗ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ ഇതിനകത്ത് വന്ന സമയത്തും പറഞ്ഞിരുന്നു, എനിക്ക് സ്റ്റിയറിംഗ് ഒരു സ്വല്പം കൂടി വലിപ്പം കൂടിയിരുന്നത് നല്ലതായിരുന്നു. നമുക്ക് ആ ഒരു ഓടിക്കാനുള്ളൊരു ഇത് കിട്ടിയേനെ. പിന്നെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അല്ല സ്റ്റിയറിംഗ്, ഫിക്സഡ് ആണ്. നമുക്ക് അതുപോലെ തന്നെ അത് ആ ഒരു അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് അറിയാനുണ്ട്. പിന്നെ സ്റ്റാഫ് ബസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്കിപ്പോൾ 4 സിലിണ്ടർ ആണെന്ന് പറഞ്ഞാൽ അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടും. ഒരു 6-7 ലെവലിലൊക്കെ ഉള്ള രീതിയിലുള്ള മൈലേജ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിപ്പം നമ്മുടെ 6 സിലിണ്ടർ വണ്ടിയിൽ നിന്നും വ്യത്യാസമായിട്ടാണല്ലോ ഇപ്പോൾ 4 സിലിണ്ടർ വന്നു കഴിയുമ്പോഴത്തേന് ആ പവറിൻ്റേതായിട്ടുള്ള വ്യത്യാസം വരും. അപ്പം യാത്രാ സുഖവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിപ്പം ഞാൻ ഭാരത് ബെൻസിൻ്റെ വണ്ടി ഓടിച്ച സമയത്തും അല്ല ഭാരത് ബെൻസിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത സമയത്തും ഞാൻ ഇതേക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയും അപ്പോൾ കൊണ്ടോടി ബോഡിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിലുണ്ട് നമുക്ക് ആ ഒരു യാത്രാസുഖവും കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ കുറച്ചധികം വ്യത്യാസങ്ങൾ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ആരാധന ബസ് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ആ സെയിം ബോർഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബസ്സിനല്ലേ ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു അശോക് ലേലാൻഡിന് ഇപ്പം 47 സീറ്റിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞാലും അപ്പം കൂടുതലും ആളുകൾ ഇപ്പം അല്ല കൂടുതൽ കമ്പനികൾ ഇങ്ങനത്തെ ബിൽറ്റ് ബോഡിയിലേക്ക് അല്ലാതെ കമ്പനി ബോഡിയിൽ നിന്നുപരി വെളിയിൽ ബോഡി എടുത്ത് ചെയ്യുന്നതിനകത്ത് ഒരു ഗുണം എന്നു പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അവരുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ബോഡി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് നമുക്ക് ഇപ്പം ഒരു 27 ലക്ഷം രൂപ അല്ലെങ്കിൽ 28 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്കൊരു 52 സീറ്റ് വണ്ടി കിട്ടുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു അത്രയൊരു പ്രൈസ് റേഞ്ച് നമുക്ക് ഇത്രയും ഫുൾ ബോഡി ബിൽറ്റ് ചെയ്ത് വരുമ്പോഴാണെങ്കിലും നമുക്ക് വില വരുന്നുള്ളൂ.
അപ്പോൾ ഇപ്പം നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി എരുമേലി ആ ഒരു ശബരിമല റൂട്ടിലാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആ ഒരു വളവും തിരിവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള റോഡാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത്ര ഒരു ബോഡി റോള് അത്രയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഏകദേശം നമുക്ക് 2400 RPM 150 HP ആണ് ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 1400 ടു 2000 RPM 450 Nm ടോർക്ക്. ടോർക്കിനകത്തും വളരെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ആൻഡ് ടോർക്കിന് അത്രയും കൂട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് വളരെ നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് പോകാനും കാര്യം ഓവർടേക്കിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെ സമയത്ത് വളരെ മികച്ചൊരു പ്രതികരണം ഞാൻ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ക്ലച്ച് വന്നിരിക്കുന്നത് 330 mm ആസ് യൂഷ്വൽ സെയിം രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ സസ്പെൻഷൻ ഫ്രണ്ടും ബാക്കും കൊടുത്തിരിക്കുന്നത് നമുക്കൊരു സെമി എലിപ്റ്റിക്കൽ മൾട്ടി ലീഫ് ഷാക്ലൻഡഡ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിൽ സെമി എലിപ്റ്റിക്കൽ വന്നുകൊണ്ട് ആ ഒരു യാത്രാസുഖവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. കൂടാതെ ബ്രേക്സിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ എയർ ബ്രേക്ക് വിത്ത് ABS ആണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് ബ്രേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കാഞ്ഞിരപ്പള്ളി ടൗണിലെത്തി. കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് കയറുന്നു. അപ്പം ഇവിടെ നിന്നിപ്പം നമ്മൾ നേരെ ഇപ്പോൾ പൊൻകുന്നം റൂട്ടിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ആദ്യം ജസ്റ്റ് ആ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അശോക് ലീലാൻഡിൻ്റെ നമ്മൾ ആരാധന ബസ് കണ്ടത് ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കാലി ഓടുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്നത്ര വലിയ ചാട്ടവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു 5+1 ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് അശോക് ലീലാൻഡിൻ്റെ നമ്മുടെ ബസ് അന്ന് നമ്മൾ കണ്ടതിനകത്ത് വന്നിരിക്കുന്നതിനകത്തൊക്കെ ഒരു 6+1 ഗിയർ ബോക്സ് ആണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു 5+1 ഗിയർ ബോക്സ് ആണ്. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ നമുക്ക് ക്ലസ്റ്ററിനകത്ത് തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് ഗിയറിലാണ് പോകുന്നത്, നമുക്കിപ്പോൾ ഗിയർ അപ്ഡേറ്റ് ചെയ്യുന്നതിലോ അല്ലെ മുന്നോട്ട് എടുത്തിടേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 5334 mm വീൽ ബേസും അതുപോലെ തന്നെ 2800 mm ചേസസ് ഹൈറ്റും കൂടാതെ 14 ടണ്ണാണ് ഈ ഒരു വണ്ടിയുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഓവറോൾ നമ്മുടെ ചേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററും അതുപോലെ തന്നെ ഫ്രണ്ട് ഓവർഹാങ് വരുന്നത് 1910 mm, റിയർ ഓവർഹാങ് വരുന്നത് 3100 mm. നമുക്ക് എല്ലാ തവണത്തെ പോലെ നമ്മുടെ സ്പെക്ടക് ഡിസൈൻസ് തന്നെയാണ് നമുക്ക് അശോക് ലേലാൻഡിനും നമ്മുടെ കൊണ്ടോടി ബോഡിക്ക് വേണ്ടിയും ഈ ഒരു ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബസ് ബോഡി കോഡ് അതായത് നമ്മുടെ BBC-യുടെ റൂൾസ് അനുസരിച്ച് അതായത് AA052 AA063 അനുസരിച്ചുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോഡിയും ഷേസസും എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. കുറേ അധികം ഫീച്ചേഴ്സുകൾ ഇനിയും പറയാനുണ്ട്. എല്ലാം നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. എന്നാലും വളരെയധികം തിരക്കിനിടയിലും നമുക്ക് ഈ ഒരു വണ്ടി വളരെ പരിമിതമായ സമയം വെച്ചാണ് ഷൂട്ട് ചെയ്തെടുത്ത്. ഒത്തിരി അധികം പോരായ്മകളുണ്ടെന്നറിയാം. വീണ്ടും പരിഹരിച്ച് വീണ്ടും നല്ല ബസ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നത്തെ പോലെയും ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ ഈ ഒരു കിട്ടിലൻ നമുക്കൊരു സ്റ്റാഫ് ബസ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യുന്ന SMR-നും അതുപോലെ തന്നെ ലേനിനും നമ്മുടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കില്ല. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് ബ്ലോഗ്.